ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു കർണാടക സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബീഫിനൊക്കെ ഉണ്ടാക്കിയത്. ഇറച്ചിച്ചോറ് ആ ഒരു സ്റ്റൈൽ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ കുഷ്ക ചോറ് എന്നാണ് അങ്ങനെയല്ല പറയുക. എന്തായാലും നല്ല ടേസ്റ്റ് ചോറാണ് കേട്ടോ. എനിക്കിന്നിപ്പോൾ ബീഫിനെ കൊണ്ട് അത് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം പുറത്തുനിന്ന് വാങ്ങിയിട്ടെല്ലാം വന്നിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാനല്ല വാങ്ങിയത്, ഇവർ പുറത്ത് പോയി വാങ്ങിയിട്ട് വന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച്. ഒരു 1/2 കിലോ ബീഫിന് ഒരു 3 ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇഞ്ചി ഞാൻ പിന്നെ അങ്ങനെ കൊണ്ടുവന്നതുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളി അവിടുത്തെ നല്ല വലിയ വെളുത്തുള്ളിയാണ്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ല വലിയ പീസ് തന്നെ ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, മല്ലിയിലയും പുതിനയിലയും കുറേ വേണേ. അതിൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. നല്ല കുറച്ചധികം തന്നെ വേണം. പിന്നെ ഒരു 3 വലിയ തക്കാളി, ചെറിയതാണെങ്കിൽ 4. പിന്നെ കുക്കർ വെക്കുന്നത് നല്ല ഈസി ആയിട്ട്, എന്താ പറയുക, ബിരിയാണിയെല്ലാം വെക്കാൻ അറിയാത്തവർക്ക് പോലും ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ചോറിലുണ്ടായി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി കഴിച്ചാൽ അതേ ഫീൽ ഉണ്ടാവും കേട്ടോ. അത്രയും ടേസ്റ്റ് ചോറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാടൻ ബിരിയാണിയിൽ ചിക്കൻ ബിരിയാണി നല്ല ഇഷ്ടം, പക്ഷേ ബീഫിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ചോറാണ് ഇഷ്ടം. ബീഫ് ബിരിയാണിനേക്കാളും ഇഷ്ടം ഇതാണ്. എന്തായാലും കുക്കർ എടുക്കുക, എന്നിട്ട് കുറച്ച് പശുനെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഓയിലും എന്തെങ്കിലും ഒഴിക്കുക. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതെല്ലാം ഒന്ന് ഇട്ടിട്ട്, പിന്നെ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും മല്ലിയിലയും പുതിനയിലയും ഇടേണ്ടത്. ഞാൻ ഉള്ളിയിട്ട് എന്താ പറയുക, വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയാണ് ഇട്ട് പോയത്. പിന്നെ സാരമില്ല, നല്ല നെയ്യുണ്ടായിന്. അപ്പോൾ നന്നായി മൂത്തതിന് ശേഷം ആ ഇലകളെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയും, കുറച്ച് പൊടിക്കും മഞ്ഞൾപ്പൊടിയും, കുറച്ച് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട്, കുറച്ച് തക്കാളി ഇട്ട്, തക്കാളി ഞാൻ പറഞ്ഞില്ലേ 3 വലിയ തക്കാളി അല്ലെങ്കിൽ ചെറിയ 4 കേട്ടോ ഇട്ടിട്ട്, പിന്നെ ആ കഴുകി വെച്ച ബീഫിട്ട് പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇല്ലാണ്ട് വേവിക്കുക. പക്ഷേ ഈ കുക്കറിൽ ചെറുങ്ങനെ അടുക്ക് പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് ഒരു 5-6 വിസിലിനത് വേവിച്ചെടുത്ത്. വെന്തതിന് ശേഷം ആവിയെല്ലാം പോയി തുറന്ന് നോക്കുമ്പോൾ എത്രയാണോ അതിൽ വെള്ളം ഉണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വേണ്ടത്. അപ്പോൾ ഈ വേവിച്ചതിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തതിന് ഇതിലിപ്പോൾ 3.5 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതാണ്. 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഒഴിക്കേണ്ടതാണ്. ഞാൻ പക്ഷേ 2 ഒഴിച്ചിട്ടുള്ളൂ, 1 കുറച്ചു ഇതിലുള്ള വെള്ളം കണക്കാക്കിയിട്ട് കേട്ടോ. അങ്ങനെ നല്ലോണം തിളച്ച് വന്നപ്പോൾ വെള്ളം ഒഴിച്ച്, വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അരിയിട്ട് 1 വിസിലിനാണ് ഞാൻ ഓഫാക്കിയത്. അരിൻ്റെ ആ ഒരു ഇതനുസരിച്ച് 1-2 വിസിലിന് ഓഫാക്കാം കേട്ടോ. വിസിലെല്ലാം പോയത്, പിന്നെ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് സൂപ്പർ ചോറായിന് കേട്ടോ. വെള്ളവും പാകത്തിന് ഉപ്പെല്ലാം ഇട്ടിനെ, അത് പറയാൻ മറന്നു പോയതാണ്. വെള്ളം എല്ലാം കറക്റ്റായിരുന്നു, എല്ലാം കറക്റ്റ്. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എന്തായാലും അറിയാത്തവരൊന്ന് എത്ര അറിയാത്തവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായങ്ങളെല്ലാം അറിയിക്ക്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമാകുന്നില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരെ ലൈക്ക് ചെയ്ത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും കാണേ.